Wash Malayali Veetamma presented by Chunga Jewellery and co-branded by Sera. മലയാളി വീട്ടമ്മയുടെ ഈ പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. നമ്മൾ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട അമ്മ മനസ്സ് എന്ന സെഗ്മെന്റിലേക്കാണ്. ഇന്ന് നമ്മുടെ വേദിയിലേക്ക് എത്തുന്ന കണ്ടസ്റ്റന്റ് മറ്റാരുമല്ല, ഫെമിയാണ്. എങ്ങനെയുണ്ടായിരുന്നു അമ്മയൊത്തുള്ള ടാസ്ക്? എനിക്ക് തൃപ്തിയാണ്, മമ്മിക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ മമ്മിയെ സന്തോഷിപ്പിക്കുന്ന ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഞങ്ങളും. അപ്പൊ നമുക്കത് കണ്ടിട്ട് വീണ്ടും തിരിച്ച് വേദിയിലേക്ക് വരാം. അപ്പം ഫെമിയുടെ അമ്മ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ടാസ്ക് കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ടാസ്കിലേക്ക് പോവാം. ഞാൻ ഇന്നിവിടെ നിങ്ങളെല്ലാവരുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മ ഒരാൾ മാത്രം കാരണം കൊണ്ടാണ്. മമ്മി ബേസിക്കലി ടീച്ചറാണ്. അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ എന്നെയും എൻ്റെ അനിയത്തിനെയും വീട്ടിലാക്കിയിട്ട് ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. പപ്പയായിട്ട് ഇൻവോൾവ് ആണെങ്കിലും പപ്പ വീട്ടിലത്തെ കാര്യം അധികം നോക്കാതെ പുറത്തുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇൻവോൾവ് ആവുക. അമ്മയായിരുന്നു എല്ലാ കാര്യത്തിനും. ഞങ്ങളെ പഠിത്തം, ഞങ്ങൾക്ക് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ വീട്ടിൽ ഞങ്ങൾക്ക് ഭക്ഷണം, എല്ലാം അമ്മ തന്നെയായിരുന്നു. എൻ്റെ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് ദുബായിലായിരുന്നു, 6 വർഷം ദുബായിലായിരുന്നു. കല്യാണം കഴിച്ച് ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ ആൾ ജോലിയിലാണ്ട് നാട്ടിൽ വന്നു. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഫിനാൻഷ്യൽ ഭയങ്കര പ്രശ്നങ്ങളായി. ഞാൻ ഗർഭിണിയായിരുന്നു. പിന്നെ അനിയന്മാർക്കൊന്നും ജോലി ഉണ്ടായിരുന്നില്ല. ഏറ്റവും മൂത്തതാണ് ചേട്ടൻ. പിന്നെ ഒരു പെങ്ങളെ കെട്ടിക്കണം, അവൾ പഠിക്കണം. അപ്പോൾ എല്ലാം പ്രശ്നങ്ങളായിരുന്നു. അപ്പം നമ്മൾ ഭയങ്കര ടെൻഷനിലും നമ്മളെങ്ങനെ കൊച്ചിനെ വളർത്തും, പ്രസവത്തിൻ്റെയും എല്ലാ ചിലവുകളും എല്ലാം നോക്കണ്ടേ. ഇവിടെയാണെങ്കിൽ അപ്പനില്ല, അമ്മയില്ല, ഏറ്റവും മുത്തുന്ന ചേട്ടൻ. അപ്പോൾ പുള്ളി ഇങ്ങനെ ജോലി ഇല്ലാണ്ട് വരുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരു കൊച്ചു വയറ്റിൽ വളരുമ്പോൾ നമുക്കൊരു ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യവും അങ്ങനെ വരുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. കാരണം ഞാനാണ് ഏറ്റവും മൂത്തത്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി, വീട്ടിലാണ് പ്രസവ കാര്യങ്ങളും എല്ലാം അവിടെ നടത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക ശേഷി ഇല്ല, ഫിനാൻഷ്യൽ പ്രോബ്ലം പ്രശ്നങ്ങളായി. പിന്നെ ആൾ ഒരു 5-6 മാസം ഫെമി വലുതായി. നാളെ കഴിഞ്ഞപ്പോൾ ആൾ ഡൽഹിയിൽ പോയി കുറച്ച് നാളൊക്കെ ജോലി ചെയ്തു. പക്ഷേ അപ്പോൾ പുള്ളി പറഞ്ഞു എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു അവിടെ ഒരു ജോലി സെറ്റിലായിട്ടില്ല, ആളും പിന്നെ പ്രശ്നങ്ങളായി, ഞാനില്ലാണ്ട് ആൾക്ക് ഒട്ടും അവിടെ കഴിയാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞു ചില ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോ, ഞാൻ പഠിച്ചതാണ് അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ഞാൻ അവളെ വളർത്തിക്കൊള്ളാമെന്നും പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് അവളെയും കുറച്ച് സാധനങ്ങളെ കൊണ്ട് ഞാൻ ഡൽഹിയിലെത്തി. അവിടെ നിന്നിട്ടാണെങ്കിലും ഒരുപാട് കഷ്ടപ്പാട് മമ്മി സഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളെ വീട്ടിൽ നിർത്തിയിട്ട് ട്യൂഷനിലോട്ട് പഠിപ്പിക്കാൻ പോകുന്നു. അതും കുറച്ച് ദൂരമൊക്കെ പോകണം, അടുത്തൊന്നുമല്ല. സൈക്കിളൊക്കെ ചവിട്ടി മമ്മി എന്നെയും അനിയത്തിനെയും ബാക്കിലൊക്കെ എത്തിയിട്ട് വീട്ടിൽ നിർത്താതെ ദൂരമൊക്കെ പോയി വീട്ടിൽ പോയി ട്യൂഷനൊക്കെ പഠിപ്പിച്ച്. 4-5 കിലോമീറ്റർ ദൂരം ഒരു ഫാമുണ്ട്, അവിടെ സർദാർജികളാണ്. അപ്പം ഞാൻ ഇവരെയും കൊണ്ടുപോയിട്ട് 2 പിള്ളേരെയും സൈക്കിളുമേ ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. സൈക്കിൾ അവർ മേടിച്ചു തന്നു. എനിക്ക് ചെറിയ പിള്ളേരായത് ഞങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്താൻ മമ്മിക്ക് പേടി. പപ്പ ജോലിക്ക് പോയാലും വൈകുന്നേരം വരുന്നതുകൊണ്ട് അങ്ങനെ അധികം നിർത്താറില്ല. അപ്പം അങ്ങനെ ദൂരമൊക്കെ പോയി ട്യൂഷൻ പഠിപ്പിച്ച് തിരിച്ചു വന്ന് ഞങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ ഫുഡൊക്കെ തന്ന് അങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ മമ്മി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ അവളെ ഈ നിലയിൽ ഇന്ന് എത്തിച്ചത്. ഞങ്ങൾ കൂടുതൽ പപ്പേനേക്കാളും കൂടുതൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണത് മമ്മീനോട് തന്നെയാണ്. എന്ന് വെച്ചാൽ മമ്മി അതിനെ കറക്റ്റായിട്ട് ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഇത് ചെയ്യണ്ട അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്ന് കറക്റ്റ് എന്താണെന്ന് പറയും. അമ്മ എന്നല്ലേ ഞാൻ അവളോട് പല പ്രാവശ്യം ചോദിച്ചു, നമ്മൾ സാഹചര്യം അനുസരിച്ച് ജീവിക്കണം. നമ്മൾ എത്ര കഴിവുണ്ടായാലും എത്ര കഴിവില്ലെങ്കിലും നമ്മൾ സാക്രിഫൈസ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. ഞാൻ ഡാഡി ദുബായിലായിരുന്നു, ഇതൊരു ദുബായിക്കാരനെന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഞങ്ങളുടെ കല്യാണമായിരുന്നത്. ഇപ്പം ആ മമ്മിയും ഇവിടെ വന്ന് എത്ര കഷ്ടപ്പെടണം. മമ്മി എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ ലൈഫിലും എൻ്റെ അനിയത്തിൻ്റെ ലൈഫിലും ശരിക്കും റോൾ മോഡലാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ പേടിച്ചിട്ട് നമ്മൾ മാറി നിൽക്കും, അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റില്ല.
പക്ഷേ അത് ആ ടൈമിങ്ങിൽ മമ്മി ഞങ്ങളോട് പറയും അങ്ങനെ ഒന്നും കൊണ്ടും മാറി നിൽക്കരുത്. ഏത് സിറ്റുവേഷൻ വന്നാലും അതിപ്പോൾ ചില പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ സന്തോഷമുള്ളതായിരിക്കാം, ഇതെല്ലാം നേരിട്ട് വന്ന് ഫേസ് ചെയ്തിട്ട് വേണം എല്ലാ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. എനിക്കൊരു ആൺകുട്ടി ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് ഞങ്ങൾക്ക് ഇന്നുവരെ വന്നിട്ടില്ല. കാരണം അവൾ ഏത് ഫീൽഡിൽ ചെന്നാലും, ഇപ്പോൾ ചെറുപ്പം തുടങ്ങി ഉള്ള ഏത് കാര്യങ്ങളിലായാലും അവൾ എല്ലാ കാര്യം ഭംഗിയായിട്ട് ചേർത്തു. എല്ലാവരും പറയും, ഓ വിൽസൺ ചേട്ടന് ഒരു ആൺകുട്ടി ഇല്ലെങ്കിലും ഇവളായിട്ട് പെൺകുട്ടി പോരെ, ഇവളെല്ലാ കാര്യങ്ങളും നടത്തുമെന്ന് പറഞ്ഞു. +1 +2 ഞാൻ പഠിച്ചത് മമ്മിയുടെ സ്കൂളിലാണ്. അപ്പോൾ ഞാൻ മമ്മിയുടെ സ്കൂളിൽ +1 ചെന്നപ്പോഴും എന്നോട് ടീച്ചേഴ്സ് പറഞ്ഞത്, ഫെമിയാണ് ഇപ്പോൾ വീട്ടിലെ മൂത്ത കുട്ടി, അപ്പോൾ മമ്മിയുടെ എല്ലാം കണ്ടിട്ട് പഠിച്ചിട്ട് വേണം താഴെ അനീതിക്ക് എല്ലാം പകർന്നു കൊടുക്കാനായിട്ട്. അപ്പോൾ എന്നോട് പറയും, ഇത്ര നല്ലൊരു അമ്മേനെ കിട്ടാൻ ഫെമി ഭാഗ്യം ചെയ്യണം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളാണെങ്കിലും സ്കൂളിൽ സ്പോർട്സ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും പാട്ട് പാടാനാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, പുറത്തുള്ള ആക്ടിവിറ്റീസ്, വീട്ടിലത്തെ ഉള്ള ആക്ടിവിറ്റീസ്, പള്ളിയിലാണെങ്കിലും എല്ലാത്തിലും മമ്മി നല്ല ഓവറോൾ എല്ലാം നല്ല ആക്റ്റീവാണ്. കല്യാണത്തിന് അന്നാണെങ്കിലും രാവിലെ തൊട്ട് ആ പള്ളിയുടെ എല്ലാം കഴിയുന്നവരെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. വീട്ടിൽ പരിപാടിയെല്ലാം കഴിഞ്ഞു എന്നെ ബൈജുവിൻ്റെ വീട്ടിലോട്ട് കൊണ്ടാക്കിയപ്പോഴും ആ സമയം വരെ മമ്മിക്കാണെങ്കിലും എനിക്കല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ മമ്മി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴൊന്നും പോകില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോകുള്ളൂ, ആ ഒരു ഇതിലായിരുന്നു. വെച്ചാൽ മമ്മി കൂടെ ഉണ്ട്, തിരിച്ചു പോകും എന്ന് ഞാനൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ മമ്മി അവിടെ നിന്ന് എൻ്റെ കൈ പിടിച്ച് ബൈജുവിൻ്റെ അമ്മച്ചിയുടെ കയ്യിലോട്ട് ഏൽപ്പിച്ച് ആ ഒരു സമയത്താണ് എനിക്ക് ഫീൽ ചെയ്തത്, പപ്പയും മമ്മി രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് ഇന്ന് തന്നെ പോകും. അതും നാട്ടിലെ എവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് പിന്നെയും അത്ര ഒരു ഇത് ഫീൽ അതുണ്ടാവില്ല. പക്ഷെ മമ്മി തിരിച്ച് ഉത്തരാഞ്ചലിലോട്ടാണ് പോണത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അത്ര ദൂരെ പിന്നെയും പോകണം. മമ്മീനെ പെട്ടെന്ന് കാണണമെന്നും ഞാൻ നടക്കണ കാര്യമല്ല. ഞങ്ങൾക്ക് 6 ദിവസം വേണം പോരാനും വരാനായിട്ട്. അപ്പോൾ അങ്ങനെ എപ്പോഴും ഇവിടെ കാണാനും വരാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് ഈ ജൂണിലാണ് ഞങ്ങൾക്ക് അവിടെ വെക്കേഷനുള്ളൂ. ആ ഒരു കണ്ടീഷനിൽ ഞാൻ ഒത്തിരി മനം തൊന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ അവൾക്കൊരു ശക്തിയും അവളുടെ ആ സാഹചര്യം അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യവും. കാരണം അവളൊരു ഭക്ഷണം ഉണ്ടാക്കുക, അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയെങ്കിലും അവിടുത്തെ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാനും അവരുടെ രീതിയിൽ ജോലി ചെയ്യാനുള്ള ഒരു കഴിവിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. അവളുടെ ഈ പ്രോഗ്രസ്, അവളുടെ ഈ വളർന്ന് ഇത്ര നല്ലൊരു ഈ ഒരു പൊസിഷൻ വരെ കണ്ടപ്പോൾ എനിക്ക് വളരെ ആഹ്ലാദമാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ കുട്ടി ഈ നിരയിലെത്തുന്നു. ഞാൻ സത്യമായി പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പം എൻ്റെ അമ്മ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞ്, ഇപ്പോൾ എന്തെങ്കിലും കാര്യം സാധിപ്പിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനാണെങ്കിലും എല്ലാം ഞാൻ ഇതുവരെ എന്നോട് പറഞ്ഞ രീതിയിൽ ഞാൻ എല്ലാം അമ്മയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുവരെ. അതേപോലെ തന്നെ ഇന്നും ഞാൻ അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഒരു കാര്യങ്ങളും ഞങ്ങളുടെ ഒരു ലൈഫ് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ചെയ്ത് കൊടുക്കാൻ പോണത്. അത് കാണുമ്പോഴും അത് ചെയ്യുമ്പോഴും അമ്മയ്ക്ക് സന്തോഷമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. വെച്ചാൽ മമ്മി കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാനുള്ളത്. ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെടും, അമ്മയ്ക്ക് സർപ്രൈസ് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അമ്മ അകത്തുണ്ട്, അമ്മയുടെ അടുത്ത് ഒന്നുകൂടി പോവാം. മമ്മീനെ ഞാൻ വീടിനകത്ത് ഇരുത്തിയിട്ട് മമ്മീനോട് ഞാൻ ആദ്യം പറഞ്ഞത് കുറച്ച് ഷോർട്സ് എടുക്കാനുണ്ട് പ്രൊഫൈലിന് വേണ്ടി. സോ പള്ളി വരെ ഒന്ന് പോകണം. അപ്പം മമ്മീനെ പപ്പ ജനിച്ച് വളർന്ന നാടായതുകൊണ്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പള്ളി വരെ ഞങ്ങൾ സംസാരിച്ച് പപ്പയുടെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു. പപ്പ പഠിച്ച സ്കൂള്, ഇവിടെ പപ്പയുടെ ലൈഫ് എങ്ങനെയായിരുന്നു, ഇതെല്ലാം ചോദിച്ച വഴിയാണ് പള്ളി വരെ എത്തിയത്. പാപ്പയുടെ നാട്, പാപ്പ ഇവിടെ പഠിച്ച് വളർന്നതും കളിച്ച് നടന്നതും എല്ലാം ഇതാണ്. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പാപ്പ ഭയങ്കര കുറുമ്പനായിരുന്നു. ഇങ്ങനെ മാങ്ങ പൊട്ടിക്കലും മാവിൻ്റെ മുകളിൽ കയറലും അങ്ങനെ ഭയങ്കര കുസൃതിക്കാരൻ്റെ പാപ്പായിരുന്നു. പിന്നെ ഈ അടുത്തുള്ളതോടെ തുമ്പൂർന്നുള്ളൊരു സ്കൂളുണ്ട്, ആ സ്കൂളിലാണ് പാപ്പ പഠിച്ചത്. ഈ സ്കൂളിലാണ് മകളുടെ ഡാഡി പഠിച്ചിരുന്നത്. ഡാഡി ഇത്തിരി കുറുമ്പനക്കാരനോട് എല്ലാവരും കറുവറ്റുകാരൻ വിൽസൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവർ നല്ല പൊക്കൊക്കെ ഉള്ള ആൾ, നല്ല സ്മാർട്ടാണ്, എല്ലാ കാര്യം നല്ല പൊക്കുണ്ട്. ഇതാണ് പപ്പയുടെ പള്ളി. ഈ പള്ളിയിലാണ് പാപ്പ പള്ളിയിലൊക്കെ വരാറുള്ളത്. പിന്നെ ഈ അമ്പ് പെരുന്നാളൊക്കെ വരുമ്പോൾ എല്ലാ കാര്യത്തിനും കുട പിടിക്കാനും അങ്ങനത്തെ. 5 വർഷമായി പപ്പ മരിച്ചിട്ട് നമ്മളൊന്നും പപ്പയ്ക്ക് വേണ്ടി
ഒന്നും ചെയ്തിട്ടില്ല. പപ്പനെ അവിടെ അടക്കിയത് അവിടെ ഡൽഹിയിൽ. അപ്പോൾ നമ്മളിവിടെ പള്ളിയിൽ എത്തിയപ്പോൾ തന്നെ എൻ്റെ കസിൻസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പള്ളിയുടെ നേരെ സെൻറ്ററിൽ ഒരു ടേബിളിൽ പപ്പയുടെ ഫോട്ടോ കവർ ചെയ്ത് റിബണൊക്കെ കെട്ടി ജസ്റ്റ് ഒരു നോർമൽ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പള്ളിയിലത്തെ അച്ഛനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, സോ ഒന്ന് കോപ്പറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അച്ഛനും അതിനനുസരിച്ച് എല്ലാം സപ്പോർട്ട് ചെയ്തു തന്നു. മമ്മീനോട് ജസ്റ്റ് ഇത്ര പറഞ്ഞോളൂ, ജസ്റ്റ് പള്ളിയിലത്തെ ഒരു ഷോർട്സ് ഉണ്ട്. മമ്മി അത് കണ്ടപ്പോഴും പെട്ടെന്ന് മമ്മിക്ക് മനസ്സിലായില്ല. അപ്പോൾ മമ്മിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു വല്ല മാമോദീസ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അച്ഛൻ അവിടെ ഇരിക്കണേ എന്ന് മമ്മിയോട് പറഞ്ഞു. മമ്മിക്ക് വേണ്ടി ശരിക്കും പറയണമെങ്കിൽ ഞാൻ മമ്മിക്ക് വേണ്ടി ഇപ്പം നമ്മൾ ഇത്ര വർഷം, ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവിടെ 7 വർഷമായി നാട്ടിൽ വന്നിട്ട്. മമ്മിയുടെ കുറേ ആഗ്രഹങ്ങളുണ്ട് മമ്മിക്ക്. അത് മമ്മി ആരോടും പറയാത്ത കുറേ ആഗ്രഹങ്ങൾ എനിക്കും അറിയാം, നിമ്മിക്കും അറിയാം. അതിനകത്തുനിന്ന് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്നെയും മമ്മീനെയും നിമ്മിനെയും 3 പേരെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആഗ്രഹമാണ് ഞാൻ അമ്മയ്ക്ക് ഇന്ന് സാധിച്ചു തരാൻ പോണത്. മമ്മി ഇതൊന്ന് തുറക്കുമോ? പറയട്ടെ, പപ്പയുടെ ആണ്ട് നടത്തണം എന്ന് മമ്മി എപ്പോഴും എന്നോട് പറയാറില്ല, നിമ്മിയോടും എന്നോടും. നിമ്മി പ്രശ്നം നടത്താൻ സൗകര്യം പോലെ നിങ്ങൾ വരുമ്പോൾ ചെയ്യാമെന്നുള്ളൂ. ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളെന്തായാലും ഞാൻ അവിടെയാണ്, മമ്മി അവിടെ, പപ്പ മരിച്ചിട്ട് ഇപ്പം 5 വർഷമായി പപ്പ മരിച്ചിട്ട്. നമ്മളൊന്നും പപ്പയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പപ്പനെ അവിടെ അടക്കിയത് അവിടെ ഡൽഹിയിൽ. അപ്പം നമ്മളിവിടെ നിമ്മി ബോംബെ. ഞാനതാണ് 24-ാം തീയതി എല്ലാ പ്രാവശ്യവും കുർബാന കണ്ടിട്ട്, കാരണം പോകുമ്പോൾ ട്രെയിനിലായിരിക്കും, പിന്നെ അവിടെ ചെന്നിട്ട് പോകാൻ പറ്റില്ല, കാരണം ഒത്തിരി വഴിയുള്ള സ്ഥലമല്ലേ. അത് കാരണം ഞാൻ എല്ലാ പ്രാവശ്യവും 3 വർഷമായിട്ട് 24-ാം തീയതി പോകുന്നത് ടിക്കറ്റ് എടുത്തേക്കുന്നത്. പപ്പയുടെ ആണ്ട് നമ്മൾ 3 പേര് മാത്രമായിട്ടല്ല, നമ്മുടെ കുടുംബക്കാരെല്ലാവരും കൂടി ഉണ്ടാവണം കൂടെ. പപ്പയുടെ വീട്ടുകാർ, മമ്മിയുടെ വീട്ടുകാർ എല്ലാവരും കൂടി ഉണ്ടാവണമെന്നല്ലായിരുന്നില്ല ഒരാഗ്രഹം. ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എല്ലാവരും കൂടുമ്പോൾ നമ്മൾ ഡാഡിയുടെ ആണ്ട് നടത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അന്ന് 41 മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു എവിടെ നടത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞു നിമ്മിയുടെ കല്യാണത്തിന് മുന്നേ എന്തെങ്കിലും നമുക്ക് സാഹചര്യം കിട്ടുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. നിമ്മിയും പറഞ്ഞു മമ്മി ഇങ്ങനെ പപ്പയ്ക്ക് സന്തോഷമായില്ലേ, എല്ലാവരും കൂടി കണ്ട പപ്പയ്ക്ക് മുന്നിട്ട് സന്തോഷമായില്ലേ. മമ്മീൻ്റെ കാര്യത്തിലെല്ലാം പപ്പയ്ക്ക് സന്തോഷമാവും. അവിടെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി, പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥന, എല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലേ വന്നത്. മമ്മി അറിയാതെ വേണമല്ലോ നമുക്ക് ഇതെല്ലാവരെയും അവിടെ എത്തിക്കാൻ വേണ്ടി കുറച്ച് ടഫായിരുന്നു. ഓരോരുത്തരെ നമ്മൾ വിളിക്കുമ്പോഴും അവരെല്ലാവരും പല തിരക്കിലായിരുന്നു അവർ. എന്നാലും ഞങ്ങളുടെ ഒരു ആഗ്രഹപ്രകാരം എല്ലാവരും തന്നെ വന്നു. പക്ഷെ മമ്മി അറിയാതെ വേണം നമ്മൾക്കത് പള്ളിയിലേക്ക് എത്തിക്കാൻ. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. മമ്മി എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ ചെയ്യണം, എല്ലാവരും കൂടി ഇങ്ങനെ ചെയ്യണം, അമ്മ വരണം, പേപ്പന്മാർ വരണം, ആൻറ്റിമാർ വരണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് സാഹചര്യം കിട്ടുന്നില്ലല്ലോ. വിചാരിക്കുന്നതാണ് നമ്മൾ നല്ല സമയം വന്നപ്പോൾ, കഷ്ടപ്പാടുള്ള സമയത്ത് ഡാഡി കൂടി ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ വളർന്ന് നല്ലൊരു സെറ്റിലായപ്പോൾ അത് കാണാനുള്ള യോഗം കിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇതൊക്കെ ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്, കണ്ട എല്ലാവരും ഉണ്ട് ഇവിടെ.
മമ്മിക്ക് പെട്ടെന്നൊരു വിഷമം തോന്നി. മമ്മി പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞ്. മമ്മിയുടെ ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടെന്നത് ഞങ്ങൾ എല്ലാവരും കൂടി കൂടണം എന്നൊക്കെ ഉള്ളത്. ഷൂട്ടിൻ്റെ സമയത്ത് എല്ലാവരും കൂടി പള്ളിയുടെ അകത്ത് വരിയായിട്ട് നിന്നപ്പോഴും എല്ലാവരും കണ്ട ശേഷമാണെങ്കിൽ മമ്മി ഒരിക്കലും നിമ്മീനെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോഴും എന്നോട് ചോദിച്ച ഒറ്റ കാര്യമാണ്, എല്ലാവരും വന്നിട്ടുണ്ട്, നിമ്മി മാത്രം ഇതിനകത്തില്ല. അപ്പോഴാണ് ഞാൻ നിമ്മീനെ ബാക്കിൽ നിന്ന് ഏറ്റവും ലൈനിൻ്റെ ഏറ്റവും ബാക്കിലെ നിമ്മി നിന്നത്. ായിട്ട് ഞാൻ വിചാരിക്കാത്ത ഒരു കാര്യമാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു സംഭവം നമ്മൾ നടത്തും എന്നുള്ളത്. അപ്പോൾ അത് കാരണം ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഈ മകളിലൂടെ എനിക്ക് കിട്ടിയ ഈ സന്തോഷം ഞാൻ വളരെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് ഇന്ന് തന്ന ടാസ്ക് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. മമ്മി ഒന്ന് തുറക്കോ? മമ്മി എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ ചെയ്യണം, എല്ലാവരും കൂടി ഇങ്ങനെ ചെയ്യണം, അമ്മ വരണം, പേപ്പന്മാർ വരണം, ആൻറ്റിമാർ വരണം. ഇപ്പോൾ ഇതൊക്കെ ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്, കണ്ട എല്ലാവരും ഉണ്ട് ഇവിടെ. ആദ്യം അവിടെ നിന്ന് കയറി വന്നപ്പോൾ നടന്നൊക്കെ വന്നു കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വെരി ബോൾഡ്, ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു ലേഡി ആണല്ലോ ഫെമിയുടെ മമ്മീന്ന്. പക്ഷെ മമ്മി അത് ആ പ്രൊഫൈൽ പ്ലേ ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും മമ്മിയുടെ പൊട്ടി കരഞ്ഞു തുടങ്ങി. കാരണം ഞാൻ ആ ഒരു സാഹചര്യത്തിലാണ് ഇവരെയൊക്കെ വളർത്തി ഈ നിലയിലെത്തിയത്. അപ്പം ആ ഒരു ഇങ്ങനത്തെ ഒരു സംഭവം കാണുമ്പോൾ തന്നെ നമുക്കൊരു വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതുകൊണ്ടാണ്. മമ്മി ഇപ്പോഴും ഉത്തരാഖണ്ഡിലാണോ? ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത്. എല്ലാവരും പറഞ്ഞു അവിടെ ജോലി ഉപേക്ഷിച്ച് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരാൻ പറഞ്ഞു. കാരണം കാരണം ആ സ്ഥലം അങ്ങനത്തെയാണ്, നമുക്ക് അങ്ങനെ പെട്ടെന്നൊരു ഹെൽപ്പ് അങ്ങനെയുള്ളതില്ലെങ്കിലും നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒറ്റയ്ക്ക് സ്വന്തം വീടുണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ഇപ്പോഴും ഞാൻ വീട്ടിൽ പോയിട്ടൊക്കെ ട്യൂഷനൊക്കെ പഠിപ്പിക്കും. കാരണം ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ നമുക്കൊരു ബോറിംഗ് ആവില്ലേ. ഞാൻ വീട്ടിൽ 7:30 നമ്മളെ വീട്ടിലേക്ക് വരുന്നത്, കാലത്ത് 7 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. ഇപ്പോഴും ഞാൻ ഈ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ്. കാരണം ഇനി ഒരു മോളും കൂടി എനിക്ക് വിവാഹം കഴിക്കണം. അപ്പോൾ അതും കൂടി എൻ്റെ ഒരു കടമയാണ്. അത് ചെയ്ത് തന്നാലേ ഞാനൊരു അമ്മ എന്നുള്ളൊരു ഇതിൽ, കാരണം അപ്പനും ഇല്ല, അപ്പം അപ്പനും അമ്മയായിട്ട് ഇനി ഞാൻ തന്നെ ഇവർക്ക് എല്ലാം ചെയ്യണം. പപ്പ മരിച്ചിട്ടിപ്പോ 5 വർഷമായി. ജൂൺ 24-ാം തീയതിക്ക് 5 വർഷം. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഒരു അസുഖം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആൾ ഇത്തിരി ഇടയ്ക്കിടയ്ക്ക് ഇതിന് ഡ്രിങ്ക് കഴിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയതിന് ശേഷം ഭക്ഷണം കഴിക്കാത്തതും, പിന്നെ ഭയങ്കര ആ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. ജൂൺ 24-ാം തീയതി നല്ല ഏറ്റവും കൂടുതൽ ചൂടായിരുന്നു പറഞ്ഞു കൊല്ലത്ത് ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. പക്ഷെ ആരും അറിഞ്ഞിരുന്നില്ല, കാരണം ഞാൻ ട്രെയിനിലായിരുന്നു. അപ്പോൾ എൻ്റെ ആങ്ങളുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അവിടെ ഉള്ള കാരണം കൊണ്ട് വൈകിട്ട് ആൾ 5 മണിയാകുമ്പോൾ ആൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ചെല്ലാറുണ്ട്. അപ്പോൾ ആൾ ഒത്തിരി വീക്കായപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് ഇത്തിരി മീൻകറി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം നാത്തൂൻ പിന്നെ ഞങ്ങളുടെ ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ചെന്ന് ഒരു 5 മണിയായപ്പോൾ അതിൽ തുറന്ന് തന്നെ കിടക്കായിരുന്നു. അപ്പോൾ ആളെ വിളിച്ചിട്ട് ആളിങ്ങനെ കിടക്കായിരുന്നു. അപ്പോൾ ആൾ മറ്റോട് വിചാരിച്ചു കിടന്ന് ഉറങ്ങായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നേരം വിളിച്ചു, അളിയ എന്താ എനിക്കത്തത്, അളിയ ഈ നേരത്താണ് കിടക്കണമെന്ന് പറഞ്ഞു. കുറേ നേരം ആൾക്കാണ്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിൽ ആൾ അപ്പം മരിച്ചിട്ട് ഒരു മണിക്കൂറിന് മുന്നേ മരിച്ചു. കാരണം ബോഡിയിൽ കുറച്ച് ചൂടുണ്ടായിരുന്നു. പിന്നെ ഒരു പട്ടി വളർത്തേണ്ട, ആ പട്ടി ചേട്ടൻ്റെ തക്കം ഭാഗത്ത് തന്നെ കിടക്കായിരുന്നു. കുഴപ്പമില്ലാണ്ട് നാട്ടിൽ നിന്ന് ഇവിടെ വന്നതായിരുന്നു. പക്ഷെ ചെന്നത് ഞാൻ ആളുടെ ഡെഡ് ബോഡി ഞാൻ കണ്ടത്. അതിനുശേഷമായാലും ഞാൻ ഇവരെ ആ ഒരു ബുദ്ധിമുട്ട് അറിയിക്കാതെ ആയാലും ഞാൻ വളർത്തി ഇവളുടെ എല്ലാ കാര്യങ്ങളും എന്ത് പ്രശ്നങ്ങൾ വന്നാലും
കൊച്ചിൻ്റെ ഹെൽപ്പിനായാലും എന്തിനായാലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവളാണ് ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് അവളെ പഠിപ്പിച്ചേക്കണത്. അപ്പോൾ അതൊക്കെ ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അതാണ് ഇവർക്കും മക്കൾക്ക് രണ്ടുപേരോടും പറഞ്ഞു, ഏത് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ എപ്പോഴും കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഏത് സാഹചര്യത്തിലായാലും, കാരണം എൻ്റെ വീട്ടുകാർ അന്ന് പഠിപ്പിച്ച കാരണം ഇന്ന് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാതെ ഞാൻ ഇവരെയൊക്കെ വളർത്തി ഇവരുടെ എല്ലാ ആവശ്യങ്ങളും ഞാൻ ചെയ്യണം. ആ ഒരു കാരണം കൊണ്ട് ഞാൻ എപ്പോഴും ഈ ഒരു മാധ്യമത്തോട് പറയുന്നത്, കാരണം നമ്മൾ പെൺകുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏത് സാഹചര്യം നമ്മൾ വരണം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം എപ്പോഴും പെൺകുട്ടികളെ പഠിച്ചാൽ അവർക്ക് അവരുടെ ഒരു ഭാവിക്ക് വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ടെമിക്കിപ്പം സ്വാഭാവികമായിട്ടും അമ്മ അവിടെ തന്നെ ഉള്ളപ്പോൾ അതിൻ്റെതായിട്ടുള്ള ടെൻഷനുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ മമ്മീൻ്റെ അടുത്ത് നാട്ടിലേക്ക് വരാൻ? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ശരിക്കും ഞാൻ മമ്മിയായിട്ടൊന്ന് മാറി നിൽക്കണതും എന്ന് വെച്ചാൽ +2 വരെ ഞാൻ മമ്മിയുടെ കൂടെ ആയിരുന്നു. പിന്നെ നഴ്സിംഗ് പഠിക്കാൻ പോയി, അവിടെ ഹോസ്റ്റലിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞു. ഇപ്പം മമ്മിയുടെ കൂടെ നിൽക്കാനുള്ള ടൈമിങ് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ആ സമയത്ത് ഇപ്പം പപ്പ ഉണ്ടായിരുന്നെങ്കിലും ഒരു പക്ഷേ നമുക്ക് പിന്നെ ആണെങ്കിലും രണ്ടുപേരും നാട്ടിലോട്ട് കൊണ്ടായിരുന്നു. ഇത് മമ്മി പിന്നെ അന്ന് പറഞ്ഞു ഞാൻ വരില്ല എന്ന് വെച്ചാൽ പപ്പനെ അവിടെയാണ് അടക്കിയത്. പപ്പ അവിടെ ഒറ്റയ്ക്കായി പോവും. പക്ഷെ മമ്മി എല്ലാവരും പറഞ്ഞിരുന്നു എന്നോട്, എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞാണ് ഒറ്റയ്ക്ക് ഇനി അവിടെ, കാരണം അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സ്ട്രഗിൾ ആയിട്ടുള്ള ജീവിതമാണ്. പ്രത്യേകിച്ച് അവിടെ വരുന്ന വിധവകളെന്ന് പറഞ്ഞാൽ അവർ ഇപ്പോഴും ഒരു നെഗ്ലൈറ്റ് ആയിട്ട്, അപ്പോൾ നമ്മളൊരു പരിപാടി ഉണ്ടെങ്കിൽ പോലും ഞാൻ പോകാറില്ല. കാരണം അവർ അത്രത്തോളം അശുഭമായിട്ടാണ് അവിടെ നോർത്ത് ഇന്ത്യൻസ് ചെയ്യണത്. പിന്നെ എനിക്ക് ചേട്ടൻ്റെ ഒരു ശക്തിയുണ്ട്, ആളവിടെ ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷിച്ചപ്പോൾ രാത്രി വന്നാലും ഞാൻ 7-7 ഒരു ദിവസം പോലും കരയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഒറ്റയ്ക്കൊരു വലിയൊരു വീടും ഇതൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ചേട്ടൻ്റെ ഒരു ശക്തി ഉണ്ടെന്ന് വിചാരിക്കുന്നു. ദൈവം ചിലപ്പോൾ എൻ്റെ വിധി ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ജീവിക്കാനായിരിക്കും പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഇപ്പം ഞാൻ മമ്മി ഇവിടെ ഉണ്ടെങ്കിലും മമ്മി കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കണത്. പക്ഷെ എന്നാലും എനിക്ക് പപ്പ എന്നെ ചെറുപ്പത്തിലെ മുതലാണെങ്കിലും മമ്മിയുടെ പോലത്തെ ഒരു സ്നേഹം ഞങ്ങൾക്ക് ശരിക്കും പപ്പയുടെ അങ്ങനെ കിട്ടിയില്ല. പപ്പ എല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കുന്ന ആളാണ്, പുറത്തൊന്നും കാണിക്കാറില്ല. പക്ഷെ എന്നാലും എനിക്ക് പപ്പനോട് ഭയങ്കര അറ്റാച്ച്മെന്റ്. പപ്പ എന്നെ എത്ര തല്ലിയാലും എത്ര വഴക്ക് പറഞ്ഞാലും ഞാൻ പപ്പനോട് ഒരിക്കലും തർക്കുത്തരം പറയേ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് എത്രയൊക്കെ പറഞ്ഞോളൂ എനിക്ക് പപ്പനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. മമ്മീനെ പക്ഷെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നെ ഓരോരോ കാര്യങ്ങൾ പറയാൻ മമ്മി എന്നെ ഉപദേശിക്കും. ഞാൻ മമ്മിനോട് പറയും മമ്മിക്ക് വേറെ ഒരു പണിയില്ല, ഉപദേശങ്ങൾ മാത്രം പറയാനുള്ളൂ. അങ്ങനെ ഒരിക്കലും ഉണ്ടാവൂല. ഫെമിക്ക് ശരിക്കും ഹൃദയത്തിൽ നിന്ന് ഷെയർ ചെയ്തതാണ്. അത്ര ദേഷ്യം ഒരിക്കലും ഒരു പെൺകുട്ടികൾക്ക് പാടില്ല. ഞാൻ ഇവൾ ഉപദേശിക്കുമ്പോൾ അവൾക്ക് ദേഷ്യമാണ്. ഇങ്ങനൊരു മമ്മിയുടെ അടുത്ത് എന്റെ നീ ഇന്നും സോറി പറയാഞ്ഞേ? സോറി മമ്മി, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. ഇതുവരെ സോറി പറയാത്ത ആളാണ് ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച്. സത്യം പറയുകയാണെങ്കിൽ അവൾക്ക് ഇപ്പോഴെങ്കിലും ഒരു കുറ്റബോധം തോന്നി. ശരിക്കൊരു ടീച്ചറമ്മയല്ലേ? ഒരു 38 മാർക്കൊക്കെ ആയിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഫെമീനെ ഒന്ന് താഴ്ത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല, എല്ലാവരെക്കാളും ഒരു പടി മുന്നിൽ തന്നെ ഇപ്പൊ സെമി ചെയ്തിട്ടുള്ള ടാസ്ക് ഉള്ളത് ഞാൻ 7 കൊടുക്കുന്നുള്ളൂ.